ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാശി പിടിക്കാതെ അത്യാവശ്യം കുറച്ച് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് വാശി പിടിക്കാം കേട്ടോ. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു കൊച്ചു വീടായിരുന്നു. ആ ഭവനത്തിൽ ഞങ്ങൾ 6 അംഗങ്ങളാണ് താമസിക്കുന്നത്. ഈ 6 പേര് ആ വീട്ടിൽ താമസിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപയിലായിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു മഴവെള്ളം നമ്മുടെ പ്രളയത്തിൽ എൻ്റെ വീട് മൊത്തത്തിൽ ചോരാനിട വന്നു. ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരു കൊച്ചു കോഴി ഫാമുണ്ട്. ആ ഫാമിലേക്ക് ഞങ്ങൾക്ക് മാറേണ്ടതായിട്ട് വന്നു. അവിടെ നിന്നും പിന്നീട് ഞങ്ങൾക്കൊരു ഷെഡിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. ആരും സഹായത്തിനില്ല. കൂലിപ്പണി ചെയ്യുന്ന അച്ഛൻ, സാധാരണ രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന പാവപ്പെട്ട സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി. അങ്ങനെ ഈ കൊച്ചു ഷെഡിൽ ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഒരുപാട് ദുരിതവും സഹനങ്ങളും രോഗങ്ങളൊക്കെ കാരണവന്മാരുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രളയത്തിൽ ഇടയ്ക്കാണ് നമുക്കൊരു ഭവനം കിട്ടുന്നത്. അപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനെ നമ്മുടെ ഒരു ഭവനത്തിൻ്റെ ഒരിത് വന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളൊരു ലോൺ എടുത്തിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ലോൺ എടുത്ത് ഞങ്ങൾ വീട് പണിയാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വേളയിലെല്ലാം ദൈവമെല്ലാം വഴിമുടക്കി. അപ്പോൾ ഇതെല്ലാം മുടക്കമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഈ പ്രളയം സംഭവിക്കുന്നത്. അവിടെയും ദൈവം വഴിമുടക്കി. എന്നാൽ അതൊരു വലിയ ദൈവഭാഗ്യമാണ്. നമുക്ക് ദൈവഹിതം എന്തെന്ന് പലപ്പോഴും മനസ്സിലാവില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു കരുതലുണ്ട്. ഇപ്പം ആ ലോൺ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൈവത്തെ ലംഘിച്ച് നമ്മൾ ആ ലോൺ എടുത്തിരുന്നെങ്കിൽ നമുക്കത് അടയ്ക്കാനുള്ള ഒരു സാഹചര്യം അതിനിടയ്ക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അല്ലേ? എന്നും നമുക്കൊരു വരുമാന മാർഗമൊന്നും ഇല്ല. അപ്പോൾ ആകെപ്പാടെ അതിലും കഷ്ടത്തിലാവും. തമ്പുരാൻ ഇതെല്ലാം അറിഞ്ഞ് അതെല്ലാം മുടക്കി. അങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയ വീട് കിട്ടി. വളരെ നല്ല രീതിയിൽ തന്നെ ദൈവം ഒരു മുടക്കം കൂടാതെ ഒരു വീട് തന്നു. പക്ഷേ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ വാർത്തിട്ടു, അത്രമാത്രം പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്യാവശ്യം പതിയെ കർത്താവ് ഞങ്ങൾക്ക് വീട് തേക്കാനും പെയിൻ്റ് അടിക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ബാത്റൂം ഇല്ല. ഞങ്ങൾ ആ വീടിനകത്ത് കയറി താമസിച്ചു, ബാത്റൂം ഇല്ല. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഏറ്റവും അധികം ആവശ്യം ബാത്റൂമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബാത്റൂം ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വീടില്ലെങ്കിലും വേണ്ടത് ബാത്റൂമാണ് അല്ലേ? അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഒരു മേഖലയാണത്. അപ്പോൾ ബാത്റൂം ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് പഴയ വീടിൻ്റെ ബാത്റൂം മാത്രം ഞങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു ബാത്റൂമായിരുന്നു. എങ്കിലും അതിൽ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് അതിനകത്തിരുന്ന് കുളിക്കാനോ ഒന്നും സാധിക്കില്ല. കാരണം ആളുകൾക്ക് നമ്മളെ ഇങ്ങനെ, ഞങ്ങൾ താഴ്ന്ന ഏരിയയാണ്. അപ്പോൾ കുറച്ചൊരു മുകൾ ഭാഗം എന്നൊക്കെ പറയുന്ന റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കാണാനായിട്ട് പറ്റും. വഴിയിലൂടെ പോകുന്നവർക്ക് നമ്മളെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ആയിരുന്നു കുളിക്കാനും ഒക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈശോയോട് പറയാൻ തുടങ്ങി, ഈശോയെ, എനിക്ക് ബാത്റൂം വേണം. എനിക്ക് ബാത്റൂം കിട്ടിയേ പറ്റൂ. കാരണം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അതും ഇതൊക്കെ പറയാനും തുടങ്ങി. ആകപ്പാടെ ഒരു മാനസികാവസ്ഥ. അതൊന്നും വകവയ്ക്കാതെ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഓരോ വ്യക്തികളുടെ സഹായം തരും. അന്ന് ഞാൻ ഈശോയോട് കരഞ്ഞ് ഓരോ ദിവസവും മുട്ടുമേ നടന്നും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ആ ഒരു കാര്യം സാധിച്ചെടുത്തു. എനിക്കൊരു ബാത്റൂം ഒരു വ്യക്തിയിലൂടെ ദൈവം എന്നെ സഹായിച്ചു. പക്ഷെ അവിടെയും ഭയങ്കരമായ സഹനം എനിക്ക് അനുഭവപ്പെട്ടു. സഹായത്തിലൂടെ ഞങ്ങൾക്കൊരു ബാത്റൂം കിട്ടി. വീടിൻ്റെ പണി മുഴുവനായിട്ടൊന്നും ടൈലിടാൻ അങ്ങനൊന്നും പറ്റില്ല. ഒരു പരിഭവമില്ല. കയറി കിടക്കാൻ നമുക്ക് ഒരു തണൽ ദൈവം പണിത് തന്നു. അത് ബാക്കി ദൈവം തന്നെ പൂർത്തീകരിക്കും. ഇത് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെക്കാതെ വലിയ അനുഭവങ്ങൾ വെക്കുക, വലിയ കാര്യങ്ങൾ വെക്കുക. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുക. അത് നമുക്ക് ദൈവം നോക്കി കണ്ട് തന്നെ ചെയ്ത് പെട്ടെന്ന് നടക്കും അത്. എൻ്റെ രണ്ടാമത്തെ വേറൊരു കാര്യമാണ് എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത്. നിങ്ങൾക്കറിയാമോ,
രൂപ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. അന്നെന്ന് ഞാൻ പറഞ്ഞില്ല, അന്നന്ന് വേണ്ടുന്ന ആഹാരം ദൈവം തരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് കല്യാണം നടത്താൻ പോണേ. ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ അത്ഭുതം, ഇവരെങ്ങനെ കല്യാണം നടത്തും? ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്കറിയാം, ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ചരക്കെടുക്കാനായിട്ട് പോകണം. ചെറുക്കൻ്റെ വീട്ടുകാർ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറയാം. ഞാൻ എന്ത് ചെയ്തു? കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈശോയോട് പറയും, ഈശോയെ ഇന്നപോലെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പോകണം, പൈസയില്ല, വെയിറ്റ് ചെയ്യാണ്. പിന്നീട് ചോദ്യമൊന്നുമില്ല, എനിക്ക് ഉറപ്പാണ് ദൈവം തരും. അങ്ങനെ ഫിക്സ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോകണം ചരക്കെടുക്കാനായിട്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ വിളിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം എന്തെങ്കിലും വേണ്ടേ? എന്ത് ചെയ്യും? 1 രൂപ എടുക്കാനില്ല. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, അന്ന് വൈകുന്നേരം, അതായത് ചരക്കെടുക്കാൻ പോകുന്നതിന് തലേ ദിവസം, അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒരിക്കലും വിളിക്കുക പോലും ചെയ്യാത്ത ഒരു വ്യക്തി, അതായത് ഞങ്ങളുടെ ഏറ്റവും ബന്ധത്തിലൊരു വ്യക്തി വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇത്ര രൂപ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി പറഞ്ഞ് 25,000 രൂപ ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക്, 0 ആയിരുന്ന അക്കൗണ്ടിലേക്ക് എത്തിയെന്നുള്ളതാണ്. പിന്നീട് കല്യാണത്തെ ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോഴൊന്നും ഞങ്ങളുടെ കയ്യിൽ 1 രൂപയില്ല. ദൈവത്തെ നോക്കിയാണ് നമ്മളിതൊക്കെ ചെയ്യണേ. ചുറ്റും നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം, നമ്മളെ കളിയാക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ അങ്ങോട്ട് ദൈവത്തെ നോക്കിയിരുന്നാൽ മതി, ഇപ്പം കിട്ടുമെന്ന് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ ദൈവത്തെ നോക്കിയതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. മറ്റു മനുഷ്യരല്ല നമ്മളെ സഹായിക്കുന്നത്, ദൈവമാണ് സഹായിക്കുന്നത്. അങ്ങനെ എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വിവാഹം എന്ന് പറയുന്ന സ്വർഗത്തിൽ വെച്ച് നടന്ന കല്യാണം എന്നൊക്കെ പറയില്ലേ, അത്ര മനോഹരമായിരുന്ന ഒരു വിവാഹം. ഞാൻ ഒരു തരി പോലും സ്ത്രീധനം മേടിക്കാതെയാണ് എന്നെ കല്യാണം കഴിച്ചത്. വളരെ ഭംഗിയായിട്ട് അത്യാവശ്യം എല്ലാ വ്യക്തികളെയും വിളിച്ച് തന്നെ കല്യാണം നടത്തി. അവിടെയും 1 രൂപ ഞങ്ങളുടെ കയ്യിൽ, ഒരു സദ്യക്ക് പോലും പൈസ കൊടുക്കാനില്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും ദൈവം വ്യക്തികളിലൂടെ, പല വ്യക്തികളിലൂടെ, നമുക്കറിയില്ലാത്ത പോലും പല വ്യക്തികളിലൂടെ ദൈവം സഹായിച്ചു. അപ്പോൾ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ വിശ്വാസത്തോടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ വെക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇടപെടും. നമ്മൾ ഇന്ന് നിരന്തരം നിയോഗങ്ങൾ വെക്കുമ്പോൾ അത് ദൈവത്തെ നമ്മൾ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് ഓർക്കുക. അതുപോലെ കർത്താവിന് കേൾക്കാൻ സാധിക്കും, അല്ലേ? നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, 1 മിനിറ്റ് പോലും വേണ്ട. അതുകൊണ്ട് എൻ്റെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ വലിയ കാര്യങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ദൈവത്തോട് പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാതെ കർത്താവിനരികിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.